അറ്റത്തെ കിളിക്കൂടിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡിന്റെ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞിട്ടും നിധി തന്റെ റൂമിലിരുന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴാണ് നികേഷിന്റെ അമ്മയ്ക്ക് അവരുടെ ഹസ്ബൻഡിന്റെ കോൾ വരുന്നത്. അവർ മുറ്റത്തേക്ക് ഇറങ്ങി ആ കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴേക്കും അവിടെ തന്നെ താമസിക്കാൻ തീരുമാനിച്ചോന്ന് അയാളും ചോദിക്കുക. എങ്ങനെ ഇവിടെ താമസിക്കാനാ? വന്ന അന്ന് മുതൽ എല്ലാ ജോലിയും തന്റെ തലയിലാ എന്നവർ പറയുമ്പോഴേക്കും അവരുടെ സംസാരം റൂമിലിരുന്ന് വർക്ക് ചെയ്യായിരുന്ന നിധിയുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. അവൾ ജനലിനടുത്തേക്ക് വന്ന് അവരുടെ സംസാരവും ശ്രദ്ധിച്ചുകൊണ്ട് നിൽപ്പാ. അയാൾ ക്യാഷിന്റെ കാര്യം ചോദിക്കുകയാ. ക്യാഷ് എന്ന് പറഞ്ഞാ ഞാൻ എവിടെ പോവാനാ? ക്യാഷിനായി താൻ ശ്രമിക്കുന്നുണ്ടെന്നും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോന്ന് താൻ നോക്കട്ടെ എന്നും തന്നെ ഇങ്ങോട്ടിങ്ങനെ വിളിക്കരുതെന്നും എന്തെങ്കിലും ഉണ്ടായാൽ താൻ അങ്ങോട്ട് വിളിച്ചോളാമെന്നും പറയുമ്പോഴേക്കും അയാളും കോൾ കട്ട് ചെയ്യുക. അവർ പെട്ടെന്ന് തന്നെ വീടിനകത്തേക്ക് കയറി പോകുമ്പോഴേക്കും ക്യാഷിന്റെ എന്തോ കാര്യമാണല്ലോ എന്ന് പറഞ്ഞ് നിധിയും റൂമിൽ നിറങ്ങുന്നുണ്ട്. അവർ ഡൈനിങ് ഹാളിലേക്ക് എത്തുമ്പോഴേക്കും അങ്ങോട്ടെത്തുന്ന നിധിയും അവരോട് ഫോണിൽ സംസാരിച്ചതിനെ പറ്റി ചോദിക്കുക. താൻ ആരെയും വിളിച്ചിട്ടില്ലെന്നും തനിക്ക് വിളിക്കാൻ ആരുമില്ലെന്നും അവർ പറയേ നിങ്ങൾ ഫോണിൽ സംസാരിക്കുന്നത് പോലെ തോന്നിയെന്ന് നിധിയും. അതൊന്നുമില്ലെന്ന് അവളോടായി പറഞ്ഞ് അവളെന്താ ഉറങ്ങിയില്ലെന്ന് ചോദിക്കുന്നുണ്ട് അവർ. ഓഫീസിലെ കുറച്ച് വർക്ക് ചെയ്ത് തീർക്കാനുണ്ടെന്ന് നിധി പറയുമ്പോഴേക്കും നിന്റെയും സുധീഷിന്റെയും കല്യാണം കഴിഞ്ഞതല്ലേ, പിന്നെന്താ അവൻ റൂമിൽ കിടക്കാതെ ഇവിടെ വന്ന് കിടക്കുന്നത്? നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന് അവർ ചോദിക്കേ. അങ്ങനെയൊന്നുമില്ലെന്നും ഇന്ന് കുറച്ച് ഓഫീസ് വർക്ക് തീർക്കാനുണ്ടായിരുന്നു, അതാണെന്നും നിധിയും. എന്ത് ജോലിയുണ്ടെങ്കിലും ഇങ്ങനെ തനിയെ കിടക്കാൻ പാടുണ്ടോ? എന്താ സുഭാഷിന്റെ കല്യാണം കഴിയുന്നതിന് മുന്നേ നിങ്ങൾ കല്യാണം കഴിച്ചതെന്ന് അവർ ചോദിക്കേ. ഞങ്ങളുടേത് പ്രണയ വിവാഹമായിരുന്നുവെന്നും അതുകൊണ്ട് പെട്ടെന്ന് കല്യാണം നടത്തിയെന്നും നിധിയും. ചേട്ടന്റെ കല്യാണം കഴിക്കാതെ നിങ്ങൾ കല്യാണം കഴിച്ചത് ശരിയാണോ എന്നവർ വീണ്ടും ചോദിക്കേ. സുഭാഷ് ചേട്ടനെ പെണ്ണ് നോക്കുന്നുണ്ട്, ഉടനെ തന്നെ വിവാഹവും നടക്കും, നിങ്ങൾ പോയി ഉറങ്ങിക്കോ, ഞാൻ എന്റെ ജോലി തീർക്കട്ടെ എന്ന് പറഞ്ഞ് നിധി തന്റെ റൂമിലേക്ക് പോവുകയാ. ഫോൺ വിളിക്കുന്നത് ഒളിഞ്ഞു നോക്കിയത് കണ്ടില്ലേ എന്ന് പറഞ്ഞ് അവരും ദേഷ്യത്തോടെ അവിടുന്ന് നടന്നു നീങ്ങുകയാ. നിധിയും സംശയത്തോടെ റൂമിലേക്ക് ചെന്ന് അവർ ഫോണിൽ സംസാരിച്ചില്ലെന്ന് കള്ളം പറഞ്ഞതിനെക്കുറിച്ച് ടെൻഷനോടെ ഇരിപ്പാ. പിന്നീട് രാവിലെ ആവുമ്പോൾ അവർ മുറ്റത്ത് നിന്ന് ആരെയോ മൊബൈലിൽ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് അഴയിൽ തുണി വിരിക്കാനെത്തുന്ന നിധി അവരെ കാണുന്നത്. അവൾ അവരുടെ അരികിലേക്ക് ചെന്ന് എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിക്കുകയും നന്നായിരിക്കുന്നു. അല്ല, ഒരു വീട്ടിൽ താമസിച്ചിട്ട് എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിക്കുന്നത് എന്താന്ന് ചോദിക്കുക. അവർ പുതിയ സ്ഥലമല്ലേ, നന്നായി ഉറങ്ങാൻ പറ്റിയോന്നാ ചോദിച്ചെന്ന് നിധിയും. തനിക്ക് അറിയാവുന്ന സ്ഥലം തന്നെയാണെന്നും അതുകൊണ്ട് നന്നായി ഉറങ്ങിയെന്നും അവർ പറയേ. നിങ്ങളുടെ നാട് ഏതാന്ന് നിധി വീണ്ടും ചോദിക്കുക. തന്റെ വീട് നോർത്ത് ഇന്ത്യയിലാണെന്ന് നേരത്തെ പറഞ്ഞതല്ലെന്ന് അവർ ചോദിക്കേ. വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് നിധിയും. അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടായിരുന്നു, അവരിപ്പം മരിച്ചുപോയി. ഇങ്ങോട്ട് വന്നതിന് ശേഷം ഞാൻ അങ്ങോട്ട് പോയിട്ടേ ഇല്ലെന്ന് അവർ പറയേ. കൂടപ്പിറപ്പുകളായി ആരുമില്ലെന്ന് നിധി ചോദിക്കുന്നുണ്ട്. തനിക്ക് കൂടപ്പിറപ്പായി ആരുമില്ലെന്നും ബന്ധുക്കളായി സഹോദരങ്ങളെല്ലാം ഉണ്ടെന്നും ഇങ്ങോട്ട് വന്നിട്ട് കുറെ നാളായതുകൊണ്ട് അവരുമായി കോണ്ടാക്ട് ഇല്ലെന്നും അവർ പറയേ. ഇവിടെ നിങ്ങൾക്ക് ആരെങ്കിലും ബന്ധുക്കളായി ഉണ്ടോ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. ഇവിടെ ആരുണ്ടാവാനാ, ആരുമില്ലെന്ന് അവർ പറയുമ്പോഴേക്കും നിങ്ങൾ തനിയാണോ താമസിക്കുന്നതെന്ന് നിധിയും. തനിയായിരുന്നു താമസമെന്നും അല്ലറ ചില്ലറ ജോലികളെല്ലാം ചെയ്തിരുന്നുവെന്നും അവർ പറയേ. എന്ത് ജോലിയായിരുന്നു എന്ന് നിധിയും. എവിടെയെങ്കിലും പാചകത്തിന് വിളിച്ചാൽ പോവും, പിന്നെ ചില വീട്ടുജോലികളും എന്നവരും പറയുകയാ. നിധി സംശയത്തോടെ നിങ്ങൾ ആരെയോ കോൾ ചെയ്യാൻ തുടങ്ങുമായിരുന്നില്ലെന്ന് ചോദിക്കുന്നു. അത് താൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന വീട്ടിലേക്കൊന്ന് വിളിച്ചു നോക്കിയതാണെന്ന് അവർ പറയുമ്പോഴേക്കും നിങ്ങൾ വിളിക്കുന്നത് ഞാൻ കണ്ടില്ല, വിളിക്കാൻ ശ്രമിക്കുന്നതേ കണ്ടുള്ളൂ എന്ന് നിധിയും. അതെ, താൻ അവർക്ക് മെസ്സേജ് അയക്കാൻ ശ്രമിക്കായിരുന്നെന്നും താൻ ആരോട് സംസാരിക്കാനാ, തനിക്കങ്ങനെ ആരുമില്ലല്ലോ, ജീവിതം അങ്ങനെ ആയിപ്പോയി എന്നവർ പറയുമ്പോഴാണ് അവരുടെ കൂടെ ഒരാളുണ്ടായിരുന്നുവെന്നും അത് ചിലപ്പോ അവരുടെ ഹസ്ബൻഡ് ആയിരിക്കാമെന്നും സുധീഷ് പറഞ്ഞ കാര്യം നിധി ഓർക്കുന്നത്. ആ സമയത്താണ് സുധീഷ് മൊബൈലുമായി ഉമ്മറത്തേക്ക് ഇറങ്ങി വരുന്നത്. നിങ്ങളുടെ കൂടെ ഒരാളില്ലായിരുന്നോ, അതാരായിരുന്നുവെന്ന് നിധി ചോദിക്കും. അവരും പരുങ്ങലോടെ ആര് പറഞ്ഞു? അങ്ങനെ ഒരാളൊന്നുമില്ല, നീ വന്നപ്പോ കണ്ടതല്ലേന്ന് അവർ ചോദിക്കേ. സുധീഷ് കണ്ടെന്ന് പറഞ്ഞല്ലോ എന്ന് നിധിയും. അത് അടുത്ത വീട്ടിലുള്ള ഒരാളായിരുന്നുവെന്നും തന്റെ വിവരങ്ങൾ അന്വേഷിക്കാനായി എത്തിയതായിരുന്നുവെന്നും തനിക്ക് ആരുമില്ലെന്നും താൻ തനിയാണ് താമസിക്കുന്നതെന്നും പറഞ്ഞ് അവർ അകത്തോട്ട് കയറി പോവുകയാണ്. നിധി സംശയത്തോടെ അവിടെ ഇരിക്കുമ്പോഴേക്കും സുധീഷ് അങ്ങോട്ട് വന്ന് അമ്മായിയമ്മയും മരുമോളും തമ്മിൽ എന്തായിരുന്നു സംസാരമെന്ന് ചോദിക്കുന്നുണ്ട്. അവരെങ്ങനെ എന്റെ അമ്മായിയമ്മയാവുമെന്ന് നിധി ചോദിക്കേ. അവർ നികേഷിന്റെ അമ്മയല്ലേ, നികേഷിന്റെ ബ്രദർ അല്ലേ, അവരും എനിക്ക് അമ്മയെ പോലെയല്ലേ, അപ്പോ അവർ നിധിയുടെ അമ്മായിയമ്മയല്ലേ എന്നവൻ ചോദിക്കുമ്പോഴേക്കും ഇതാണ് പ്രശ്നം, നിങ്ങളുടെ അമ്മയാണെന്ന് വെച്ച് എന്റെ അമ്മായിയമ്മയാവുമോ? ഞാൻ എന്താ ഇയാളുടെ വൈഫാണോ എന്ന് ചോദിച്ച് നിധി ദേഷ്യത്തോടെ അകത്തോട്ട് കയറി പോവുകയാണ്. പിന്നീട് ഡൈനിങ് ഹാളിലിരുന്ന് ചായ കുടിക്കായിരുന്ന നിധിക്ക് നികേഷും അമ്മയും സ്നേഹത്തോടെ സന്തോഷത്തോടെ അടുക്കളയിൽ നിന്ന് സംസാരിക്കുന്നത് സുഭാഷ് വിളിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. അവൾ തിരികെ വന്ന് അച്ഛനെ ഇതുവരെ കണ്ടില്ലല്ലോ, രാത്രി ഇറങ്ങിപ്പോയതാണല്ലോ എന്ന് പറയുമ്പോഴേക്കും അച്ഛൻ ഇങ്ങോട്ട് വന്നോളുമെന്ന് സുധീഷും. അച്ഛന്റെ അവരോടുള്ള ദേഷ്യത്തോടെയുള്ള പെരുമാറ്റത്തെക്കുറിച്ച് ഹരീഷ് സൂചിപ്പിക്കേ. എന്താ അച്ഛൻ അവരോട് ഇത്ര ദേഷ്യം? അതിന് പിന്നിൽ എന്തോ കാരണമുണ്ടാവുമെന്ന് സുധീഷും സംശയത്തോടെ പറയുന്നുണ്ട്. അപ്പോഴേക്കും അവരുടെ അച്ഛനും അങ്ങോട്ട് വരികയാ. രാത്രി മുഴുവൻ എവിടെയായിരുന്നു എന്ന് നിധി ചോദിക്കുമ്പോഴേക്കും ഇങ്ങോട്ട് വരാൻ തോന്നിയില്ല, അതുകൊണ്ട് വന്നില്ലെന്ന് അദ്ദേഹം. അപ്പോഴേക്കും നികേഷിന്റെ അമ്മയും അങ്ങോട്ട് വന്ന് എന്ത് പറ്റി, ഞാൻ വന്നതുകൊണ്ടാണോ നിങ്ങൾ ഇറങ്ങിപ്പോയത്? നിങ്ങളെ പേടിച്ചിട്ടാ ഞാൻ ഈ വീട്ടിലേക്ക് തന്നെ വരാതിരുന്നത്. ഇപ്പോ ഞാൻ വന്നപ്പോ
നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഇവരെല്ലാം പാവങ്ങളല്ലേ, നിങ്ങളെ കാണാതെ എന്തുമാത്രം വിഷമിച്ചെന്നറിയോ? എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് അവർ ചോദിക്കുമ്പോഴേക്കും ഭാസ്കരനും ദേഷ്യത്തോടെ അവരെ വഴക്കു പറയുകയാ. ഇപ്പൊ എവിടുന്ന് വന്നു ഇത്ര മാതൃസ്നേഹം? നിന്റെ മുഖം കാണുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ടല്ലേ പോയത്. അത് ഇവരോടൊന്നും പറഞ്ഞില്ലേ നീ എന്നച്ഛൻ ചോദിക്കുന്നത് കേൾക്കെ നിധിയും സംശയത്തോടെ അവരെ തന്നെ നോക്കുകയാണ്. കണ്ടവളുമാരെയെല്ലാം ഇവിടെ വിളിച്ചു താമസിപ്പിച്ചിട്ട് ഞാൻ ഇവിടെ താമസിക്കണമെന്നോ? എന്നെ കൊണ്ട് അതിന് കഴിയില്ലെന്ന് ഭാസ്കരൻ പറയുമ്പോഴേക്കും, കണ്ടവളല്ല, അതെന്റെ അമ്മയാണ്. എന്റെ അമ്മ ഇനി ഇവിടെ തന്നെ താമസിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇവിടെ താമസിക്കും, അല്ലെങ്കിൽ ഈ വീട് വിട്ടു പോവാം. എനിക്കൊന്നും അറിയില്ലെന്ന് വിചാരിച്ചോ? ഇവിടെ താമസിക്കുന്നത് ജീവന ആപത്തായതുകൊണ്ടാ നിങ്ങളെ പേടിച്ച് അവർ ഈ വീട് വിട്ടു പോയത്. എനിക്കെല്ലാം മനസ്സിലായി. ഇത്ര വർഷം കഴിഞ്ഞ് ഇപ്പൊ ഇവരെന്നെ തേടി വന്നതല്ലേ. ഇങ്ങനെ മനസാക്ഷിയില്ലാതെ പെരുമാറരുത്. എന്റെ അമ്മ ഇവിടെ തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇറങ്ങിപ്പോയെന്ന് നികേഷ് പറയുമ്പോഴേക്കും, ആര്? ഞാനോ? നിങ്ങളെല്ലാം അനുഭവിക്കും. നിങ്ങൾക്ക് ഇവളെ പറ്റി അറിയാത്തോണ്ടാ. നിന്നെ ഇവിടെ ഉപേക്ഷിച്ചു പോയവളിപ്പോ നിനക്ക് പ്രിയപ്പെട്ടവളായി, ഞാനിപ്പോ മനസാക്ഷി ഇല്ലാത്തവനുമായി എന്നച്ഛൻ പറയുമ്പോഴേക്കും, എന്തുകൊണ്ടാ അമ്മ എന്നെ ഉപേക്ഷിച്ചു പോയത്? അതിന് കാരണം നിങ്ങളല്ലേ? നികേഷും ദേഷ്യത്തോടെ ചോദിക്കുമ്പോഴേക്കും, നികേഷേ, എനിക്ക് വേണ്ടി നീ നിന്റെ അച്ഛനുമായി വഴക്കുണ്ടാക്കരുത് എന്ന് കരച്ചിലോടെ നികേഷിനോടായി പറഞ്ഞ് നികേഷിന്റെ അച്ഛനോടായി, നിങ്ങളെന്താ ഇങ്ങനെയെല്ലാം പറയുന്നത്? നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടാ ഇത്രയും കാലം ഞാൻ ഇങ്ങോട്ട് വരാതിരുന്നത്. എന്റെ മോൻ എന്നെ കാണാനായി എന്തുമാത്രം ആഗ്രഹിച്ചു, അതുകൊണ്ടാ ഞാൻ ഇപ്പോഴിങ്ങോട്ട് വന്നത്. നിങ്ങൾ ഇപ്പോഴും എന്താ ഇങ്ങനെ വെറുപാടെ സംസാരിക്കുന്നതെന്ന് അവർ ചോദിക്കുമ്പോഴേക്കും ഭാസ്കരനും ദേഷ്യത്തോടെ, ഈ ഡ്രാമയെല്ലാം ഇവരുടെ മുന്നിൽ കാണിച്ചാൽ മതി, എന്റെ അടുത്ത് എടുക്കരുത് എന്ന് പറയുന്നുണ്ട്. ദേഷ്യം ദേഷ്യത്തോടെ, വെറുതെ ഡ്രാമ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് ചോദിക്കുമ്പോഴേക്കും, നികേഷെ അങ്ങനെ ചോദിക്കുന്ന അവന്റെ അമ്മയും അവനെ സപ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോഴേക്കും സുഭാഷും അച്ഛന് വഴക്കു പറയുന്നുണ്ട്. അച്ഛന്റെ ദേഷ്യം ഒന്ന് ഒഴിവാക്കിക്കൂടെ? അവരിനി മുതൽ ഇവിടെയാണ് താമസിക്കുന്നത്. ഇനി ദേഷ്യപ്പെടുന്നതിൽ ഒരു കാര്യവുമില്ല. ഒന്നും മിണ്ടാതിരുന്നു. അച്ഛന് ഇഷ്ടമില്ലെങ്കിൽ അവരോട് സംസാരിക്കേണ്ട. അച്ഛനെപ്പോഴും ഉമ്മറത്തല്ലേ ഇരിക്കാറ്, അവിടെ ഇരുന്നാ മതി. നിങ്ങൾക്കിടയിലുള്ള വഴക്കു കണ്ട് നികേഷ് സങ്കടപ്പെടുന്നത് കാണാൻ വയ്യ. ഇതോടുകൂടി ഈ സംസാരം നിർത്തിക്കോ എന്നവൻ പറയുമ്പോഴേക്കും, അതേടാ, ഇവൾ വരുന്നതിന് മുന്നേ ഇവൻ ഇവിടെ വലിയ കഷ്ടപ്പാടായിരുന്നല്ലോ, നീ കണ്ടിട്ടുണ്ടോ? സ്നേഹമില്ലാത്തവന്മാരെന്ന് പറഞ്ഞ് അച്ഛനും അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. കേഷിന്റെ അമ്മയും സങ്കടത്തോടെ കരഞ്ഞ്, എന്താ ഇത്ര നാളും ഈ വീട്ടിലേക്ക് വരാതിരുന്നതെന്ന് നീ ചോദിച്ചില്ലേ? വന്നാ ഇതാ നടക്കാന്ന് എനിക്ക് നന്നായി അറിയാം. അതുകൊണ്ടാ താൻ ഇത്രയും കാലം ഇങ്ങോട്ട് വരാതിരുന്നതെന്ന് പറഞ്ഞ് അവർ കരയുമ്പോഴേക്കും അച്ഛനെ താൻ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാമെന്നും അമ്മ അതോർത്ത് വിഷമിക്കരുതെന്നും പറഞ്ഞ് സുഭാഷും അമ്മയെ ആശ്വസിപ്പിക്കുകയാ. പിന്നീട് നിധി മുറ്റത്ത് നിന്ന് തന്റെ ഓഫീസിലെ ഒരു ഫ്രണ്ടിനെ വിളിച്ചോണ്ടിരിക്കുമ്പോഴാണ് സുധീഷ് നെയ്യപ്പവും വാങ്ങിക്കൊണ്ട് അങ്ങോട്ട് വരുന്നത്. അവൾ അത് വാങ്ങി കഴിച്ചുകൊണ്ട് നന്നായിട്ടുണ്ടെന്ന് പറയുമ്പോഴേക്കും, എപ്പോഴും ജോലിക്കാര്യമാണല്ലോ സംസാരിക്കുന്നതെന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. തന്റെ ഫ്രണ്ട് വേറൊരു ഓഫീസിലേക്ക് ഡിസൈൻ ചെയ്യാനായി ഏൽപ്പിച്ചിട്ടുണ്ടെന്നും കുറച്ച് ഡിഫറെന്റ് ഡിസൈൻസ് എല്ലാം ട്രൈ ചെയ്തെന്നും അത് അവർക്ക് ഇഷ്ടമായെന്നും നിധി പറയേ, അവരിങ്ങനെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നതെല്ലാം നിന്റെ അച്ഛനെ അറിയിക്കണം. സ്വന്തം മോളുടെ കഴിവുകൾ അദ്ദേഹവും ഒന്ന് അറിയട്ടെ എന്ന് പറഞ്ഞ് നിധിയോട് താനൊരു കാര്യം ചോദിക്കട്ടെ എന്ന് സുധീഷ് ചോദിക്കുന്ന നിധി പറയുമ്പോഴേക്കും, നമ്മൾ കൂട്ടിയിട്ട് വന്നില്ലേ നികേഷിന്റെ അമ്മ? അവർ യഥാർത്ഥത്തിൽ നികേഷിന്റെ അമ്മ തന്നെയാണോ? ആ ഫോട്ടോയിൽ കണ്ടതും ഇവർ തന്നെ ആയിരുന്നില്ലെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ, ഫോട്ടോയിൽ കണ്ടത് ഇവർ തന്നെയാ. നമ്മൾ അവിടെ പോയി ചോദിച്ചപ്പോഴും അത് അവരാണെന്ന് അവർ സമ്മതിച്ചതല്ല. അച്ഛനും അവരെ കണ്ട് അത്രയും ദേഷ്യപ്പെട്ടു. സുഭാഷ് ഏട്ടനും അമ്മയാണെന്ന് മനസ്സിലാക്കി പെട്ടെന്ന് തന്നെ സംസാരിക്കാനായി തുടങ്ങി. പിന്നെന്താന്ന് നിധിയും ചോദിക്കും. അതൊക്കെ കറക്റ്റ് തന്നെയാ, എന്തോ ഒരു പന്തികേട്, ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. അവര് അഭിനയിക്കുന്നത് പോലെ നിധിക്ക് തോന്നുന്നില്ലേ? അതോ എനിക്ക് മാത്രമാണോ ഇങ്ങനെ തോന്നുന്നത്? അല്ലെങ്കിൽ ഒരമ്മ ഇങ്ങനെ പെരുമാറും? എനിക്ക് അമ്മയോടൊത്ത് കഴിഞ്ഞ് ശീലമില്ല, അതുകൊണ്ട് എനിക്ക് ഇതിനെ പറ്റിയൊന്നും അറിവുമില്ല. വീട്ടിലിങ്ങനെ ആരും സ്നേഹം തുറന്നു കാണിക്കാറില്ല. ഇവര് പെട്ടെന്നിങ്ങനെ വന്ന് സ്നേഹം തുറന്നു കാണിക്കുന്നത് കാണുമ്പോൾ എനിക്കെന്തോ ഒരു സംശയം എന്ന് സുധീഷ് ടെൻഷനോടെ പറയേ. അങ്ങനെയൊന്നുമില്ല, നിങ്ങൾ ഒരു കാര്യവുമില്ലാതെ സംശയിക്കുക. പിന്നെ ഇയാള് സംസാരിക്കുമ്പോഴും എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെന്ന് നിധിയും പറയേ. എന്താ നിധി എന്നെ പറ്റി ഇങ്ങനെയൊക്കെ പറയുന്നെന്ന് സുധീഷും. അത് കേൾക്കാൻ നിധിയും ഇപ്പൊ പറഞ്ഞത് തന്നെ, ഇപ്പൊ നിങ്ങൾ ഒരു ഓവർ ആക്ടിംഗ് അല്ലേ കാണിച്ചത് എന്ന് നിധി ചോദിക്കുന്നത് കേൾക്കെ സുധീഷിനും ദേഷ്യം വരികയാ. അവർ നികേഷിന്റെ അമ്മ തന്നെയാണെന്ന് നിധി ഉറപ്പിച്ച് പറയുമ്പോഴേക്കും, അതൊക്കെ ശരി തന്നെയാ, പക്ഷേ ഉള്ളിൽ എന്തോ ഒരു സംശയം എന്ന് സുധീഷും. പിന്നീട് ഹരീഷ് ജോലിക്ക് പോവാനായി ഇറങ്ങുമ്പോഴേക്കും സുഭാഷ് തന്റെ എഞ്ചിനീയറുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച 1,00,000 രൂപ അവന് നൽകുന്നുണ്ട്. അത് ഓണറുടെ കൈ കൊടുത്തിട്ട് അഡ്വാൻസ് ആയി വെച്ചേക്കാൻ പറയണമെന്നും ക്യാഷ് ഉടനെ സംഘടിപ്പിച്ചു തരാമെന്നും സുഭാഷ് പറയുമ്പോഴേക്കും അടുക്കളയിലായിരുന്ന നികേഷിന്റെ അമ്മയും അത് ഒളിഞ്ഞു നിന്ന് ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുക. തന്റെ കയ്യിലും കുറച്ച് ക്യാഷ് ഉണ്ടെന്ന് പറഞ്ഞ് ഒരു 70,000 രൂപ എടുക്കുമ്പോഴേക്കും, ഇത്രയും ക്യാഷൊക്കെ കയ്യിലുണ്ടോ? ഒരു ബാങ്ക് തുടങ്ങിക്കൂടായിരുന്നോ എന്ന് ചോദിക്കുമ്പോഴേക്കും, അത്രയ്ക്കൊന്നുമില്ല, നികേഷിനെ ഒരു സ്വർണത്തിന്റെ മാല വേണമെന്ന് പറഞ്ഞിരുന്നു, അത് വാങ്ങിക്കാനായി കൂട്ടി വെച്ചിരുന്നതാണെന്ന് ഹരീഷ് പറയുമ്പോഴേക്കും, അപ്പോ ഇനി എനിക്ക് മാല വാങ്ങി തരില്ലെന്ന് നികേഷും ചോദിക്കുക. താനൊരു മെക്കാനിക്കൽ ഷോപ്പിന്റെ ഓണർ ആവാൻ പോവുകയല്ലേ, നീ
ആവശ്യപ്പെടുന്നതെല്ലാം വാങ്ങിത്തരുമെന്ന് ഹരീഷും. രണ്ടും കൂടി ഇപ്പോ എത്രയുണ്ടെന്ന് സുഭാഷ് ചോദിക്കുമ്പോഴേക്കും 1,70,70,000 ആയെന്ന് ഹരീഷും. അപ്പോഴാണ് 1 മിനിറ്റ് നിൽക്കെന്ന് പറഞ്ഞ് സുധീഷും അകത്തോട്ട് പോയി. താൻ തോമസ് ചേട്ടന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ച 60,000 രൂപയുമായി അങ്ങോട്ട് വന്ന് ഹരീഷിന്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുന്നത്. നികേഷിന്റെ അമ്മ അപ്പോഴും അത് ശ്രദ്ധിച്ചുകൊണ്ട് അടുക്കളയിൽ തന്നെ നിൽപ്പാ. ഉമ്മറത്തെ കട്ടിലിരിക്കുന്ന അച്ഛനും ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. സുധീഷ് ക്യാഷ് കൊടുക്കുന്നത് കാണേ നികേഷും സുധീഷിനോടായി, നല്ല പോലെ ചെക്ക് ചെയ്തോ, അതിന് മുകളിൽ വെച്ചിരിക്കുന്ന 2-3 മാത്രമേ ഒറിജിനലായി ഉണ്ടാവുകയുള്ളൂ എന്നവനെ കളിയാക്കി പറയുമ്പോഴേക്കും, ഞാൻ എന്താ ഒരു ഫ്രോഡ് ആണെന്ന് വിചാരിച്ചോ? ചില വിഷയത്തിൽ ഞാൻ ഫ്രോഡ് ആവാറുണ്ടെന്ന് കരുതി ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഞാൻ ഫ്രോഡ് ആവില്ല എന്ന് പറഞ്ഞ ഹരീഷിന്റെ കയ്യിൽ നിന്ന് ആ നോട്ടെല്ലാം വാങ്ങി കാണിച്ചുകൊണ്ട്, ഇതെല്ലാം ഒറിജിനൽ നോട്ടാ, നന്നായി നോക്ക്, ഇവന് വേണ്ടി എന്റെ ഓണറോട് കടം വാങ്ങിയതാണെന്ന് അവൻ പറയുമ്പോഴേക്കും കേശം സന്തോഷത്തോടെ സത്യമാണോന്ന് ചോദിക്കുക. സുധീഷ് ഏട്ടനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയോന്ന് അമ്പരപ്പോടെ ഹരീഷും ചോദിക്കേ. എന്താ എല്ലാവരും ഇങ്ങനെ ഷോക്കായി നിൽക്കുന്നത്? എന്താടാ നീ വിചാരിച്ചത്? നിനക്ക് വേണ്ടതൊന്നും ഞാൻ തരില്ലെന്നാണോ? നീ എന്റെ അനിയനല്ലേ, നിനക്ക് വേണ്ടി ഞാൻ ചെയ്തില്ലെങ്കിൽ പിന്നെ വേറെ ആര് ചെയ്യാനാ? ഈ വീട്ടിൽ ആദ്യമായിട്ട് ഓണറാവുന്ന ഒരേ ഒരാൾ നീയാ, അതെനിക്ക് സന്തോഷവും അഭിമാനവും തന്നെയാ എന്ന് സുധീഷേട്ടൻ പറയെ ടെൻഷനോടെ ഹരീഷും അവനെ ചേർത്ത് പിടിച്ച് കരയാനായി തുടങ്ങുക. ഹരീഷ് കരഞ്ഞത് കാണേ സുധീഷും അവനെ കളിയാക്കിക്കൊണ്ട്, ഈ ക്യാഷെല്ലാം ഒറിജിനൽ തന്നെയാ, എടുത്തു വെച്ചേക്കെന്ന് പറഞ്ഞ് അവന്റെ കയ്യിൽ കൊടുക്കുമ്പോഴേക്കും സുഭാഷും 2,30,000 രൂപ റെഡിയായി. ഇനി 70,000 മതിയല്ലോ, അതെങ്ങനെയെങ്കിലും റെഡിയാക്കാമെന്ന് പറയുമ്പോഴേക്കും നിധിയും ഒരു പേപ്പറുമായി അങ്ങോട്ട് വന്ന് അത് ഹരീഷിന്റെ കയ്യിലേക്ക് കൊടുക്കുക. അവനത് വാങ്ങി നോക്കുമ്പോഴേക്കും അതിൽ നിധി 60,000 എന്ന് എഴുതിയിരിക്കുക. അവൻ സംശയത്തോടെ നോക്കുമ്പോഴേക്കും, ഇത് എന്റെ പങ്ക, 60,000 രൂപ. പേപ്പറിൽ എഴുതി തന്നതുകൊണ്ടൊന്നും വിചാരിക്കരുത്, വൈകുന്നേരം ഒരു 5 മണിയാവുമ്പോഴേ ക്യാഷ് കിട്ടും, ഓഫീസിൽ നിന്ന് വരുമ്പോഴേ ക്യാഷ് കിട്ടും, അതുകൊണ്ടാ പേപ്പറിൽ എഴുതി തന്നത്, അതും കൂടി ചേർത്ത് വെച്ചേക്കെന്ന് നിധി പറയുമ്പോഴേക്കും, എനിക്ക് വേണ്ടി ഏട്ടത്തി എന്തിനാ കഷ്ടപ്പെടുന്നതെന്ന് ഹരീഷും ചോദിക്കുന്നു. എല്ലാരും കൊടുക്കുമ്പോൾ ഞാനും കൊടുക്കണ്ടേ? ഞാനും കൊടുക്കുമെന്ന് നിധി പറയേ. നിധി അതിനു വേണ്ടി കഷ്ടപ്പെടേണ്ടെന്ന് സുഭാഷും ഓർമ്മിപ്പിക്കുക. എന്താ സുഭാഷ് ഏട്ടാ, അത്രയേ ഉള്ളൂ, വെറുതെയാണോ ഞാൻ അനിയത്തിയാണെന്നൊക്കെ പറഞ്ഞത്? നിങ്ങൾക്കൊരു കഷ്ടത വരുമ്പോൾ ഞാനും സഹായിക്കണ്ടേ എന്ന് നിധി പറയുമ്പോഴേക്കും, ഏടത്തി ഈ ക്യാഷ് എങ്ങനെയാ ഉണ്ടാക്കിയതെന്നറിയോ? എക്സ്ട്രാ ജോലി ചെയ്തിട്ട്. അവരുടെ ഫ്രണ്ട് പറഞ്ഞതനുസരിച്ച് ഒരു ഡിസൈനിങ് ജോലി ചെയ്തു കൊടുത്തു. രാത്രിയും പകലും റെസ്റ്റ് എടുക്കാതെ ഏട്ടത്തി ഒരേ ജോലിയിലായിരുന്നു. നികേഷ് പറയുന്നത് കേൾക്കെ ഹരീഷും തന്റെ കയ്യിലെ ക്യാഷിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുക. അടുക്കളയിൽ നിൽക്കുകയായിരുന്ന നികേഷിന്റെ അമ്മയുടെ ശ്രദ്ധയും അവന്റെ കയ്യിലെ ക്യാഷിലേക്കായിരുന്നു. അവൻ ടെൻഷനോടെ അടുക്കള വഴി പിൻവശത്തെത്തുമ്പോഴേക്കും അത് കാണുന്ന നിധിയും അവന്റെ അരികിലേക്ക് ചെല്ലുകയാ. അവൻ ഏട്ടത്തി തനിക്ക് വേണ്ടി എന്തിനാ കഷ്ടപ്പെട്ടതെന്ന് ചോദിക്കേ. അവളും സ്നേഹത്തോടെ അവനെ ആശ്വസിപ്പിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാ. പിന്നീട് അവരെല്ലാവരും ഒന്നിച്ചിരുന്ന് ആ ക്യാഷ് എണ്ണി നോക്കുമ്പോഴേക്കും 2,90,000 രൂപയായിരുന്നു. ഇനിയൊരു 10,000 രൂപ കൂടി വേണം. അതെങ്ങനെ കണ്ടെത്തുമെന്ന ടെൻഷനിലായിരുന്നു അവർ. വൈകുന്നേരം ആവുമ്പോഴേക്കും എങ്ങനെയെങ്കിലും റെഡിയാക്കാമെന്ന് സുഭാഷും പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് ഉമ്മറത്തിരിക്കുകയായിരുന്ന അച്ഛനും പെട്ടെന്ന് അങ്ങോട്ട് എഴുന്നേറ്റ് ചെന്ന് തന്റെ കയ്യിലെ ഒരു കവർ നിധിയുടെ കയ്യിലേക്കാക്കി കൊടുത്ത്, അതിൽ കുറച്ച് ക്യാഷ് ഉണ്ട്, എണ്ണി നോക്കെന്ന് പറയുകയാ. അവൾ അതെടുത്ത് എണ്ണി തുടങ്ങുമ്പോഴേക്കും എത്രയുണ്ടെന്ന് അച്ഛനും ചോദിക്കുന്നുണ്ട്. 10,075 രൂപയുണ്ടെന്ന് നിധി പറയേ. ആ 75 രൂപ ഇങ്ങ് വാങ്ങിയിടാന്ന് അദ്ദേഹം ഹരീഷിനോടായി പറയുകയാ. അതവൻ അച്ഛന് വാങ്ങി നൽകുമ്പോഴേക്കും, ബാക്കി 10,000 നീ എടുത്ത് ആ ഓണർക്ക് ക്യാഷ് കൊണ്ടുപോയി കൊടുത്ത് ഓണറാവാൻ നോക്ക്, 75 രൂപ എനിക്ക് ചായ കുടിക്കാനെന്ന് പറഞ്ഞ് അച്ഛൻ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാ. അപ്പോഴേക്കും നികേഷിന്റെ അമ്മയും അടുക്കളയിൽ നിന്ന് അങ്ങോട്ടെത്തുകയാ. അച്ഛൻ ക്യാഷ് തന്നത് വിശ്വസിക്കാനാവാതെ ഈ വീട്ടിൽ എന്തൊക്കെയാ നടക്കുന്നത്, എല്ലാവർക്കും എന്ത് പറ്റിയെന്ന് സുധീഷ് പറയേ. എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല, അയാളും അച്ഛന് ക്യാഷ് കൊടുത്തോ എന്ന് നികേഷും പറയുകയാ. എല്ലാവരുടെയും ടെൻഷൻ കാണെ ഹരീഷ് ഇമോഷനോടെ നിൽക്കുമ്പോഴേക്കും ഇന്നിക്കുട്ടിയെ ക്യാഷെല്ലാം താഴെ വെച്ച് സുധീഷും നികേഷും എല്ലാം അവനെ ചിരിപ്പിക്കാനായി ശ്രമിക്കുകയാണ്. ആ സമയത്തും നികേഷിന്റെ അമ്മയുടെ നോട്ടം ടേബിളിൽ വെച്ച ആ ക്യാഷിലായിരുന്നു. അത് കാണുന്ന നിധിയും സംശയത്തോടെ അവരെ ശ്രദ്ധിക്കുമ്പോഴേക്കും അവർ അവിടെ നിന്നും നടന്നു നീങ്ങി പിറകുവശത്തെത്തി തന്റെ ഭർത്താവിനെ വിളിക്കുന്നുണ്ട്. നിധിയും സംശയത്തോടെ അവരുടെ പുറകെ എത്തി അവരെ ശ്രദ്ധിച്ചോണ്ട് നിൽപ്പാ. അയാളും കോൾ അറ്റൻഡ് ചെയ്ത്, എന്താടി വിളിച്ചേ, ക്യാഷ് റെഡിയായോ എന്ന് ചോദിക്കേ. ക്യാഷ് റെഡിയായതുപോലെ തന്നെയാ, കൺമുന്നിൽ തന്നെ ക്യാഷ് ഉണ്ട്, നമ്മുടെ കഷ്ടപ്പാടെല്ലാം മാറാൻ പോകുന്നു എന്ന് പറയുമ്പോഴേക്കും, എന്തെങ്കിലും ഉടനെ ചെയ്യും, എനിക്കിങ്ങനെ ഒളിവിൽ കഴിയാൻ വയ്യെന്ന് അയാൾ പറയുമ്പോഴേക്കും, ശരി ശരി പെട്ടെന്ന് തന്നെ ക്യാഷുമായി വരാം, അതുവരെ നിങ്ങളൊന്നും മിണ്ടാതിരി എന്ന് പറയുമ്പോഴേക്കും അത് ശ്രദ്ധിച്ചു നിൽക്കുകയായിരുന്ന നിധിയും കാര്യമൊന്നും മനസ്സിലാകാതെ ഡൈനിങ് ഹാളിലേക്ക് നടന്നു ചെല്ലുമ്പോഴേക്കും അവരുടെ സന്തോഷമെല്ലാം കണ്ട് ഒന്നിച്ചൊരു സെൽഫി എടുത്താലെന്ന് ചോദിച്ച് അവരും ഒന്നിച്ച് ഒരു സെൽഫി എടുത്ത് വീണ്ടും സംശയത്തോടെ ഒരു ബക്കറ്റുമായി പുറകുവശത്തോട്ട് ഇറങ്ങി വരികയാ. അവരെപ്പോഴും ക്യാഷിനെ കുറിച്ച് തന്നെ സംസാരിച്ചോണ്ടിരിക്കുക. ഉടനെയൊന്നും എടുക്കാൻ പറ്റില്ല, ക്യാഷ് അവർ എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കട്ടെ, അപ്പോഴേ എടുക്കാൻ പറ്റൂ
എന്നവർ പറയുന്നത് കേൾക്കെ ക്യാഷ് സൂക്ഷിച്ചു വെച്ചാലേ എടുക്കാൻ പറ്റുമെന്നോ എന്ന് സംശയത്തോടെ നിധിയും ആലോചിച്ച് നിൽക്കുക. ശരി ശരി, ഞാൻ പറയുന്നത് കേൾക്കെന്ന് പറഞ്ഞ് അവർ തിരിയുമ്പോഴാണ് ബക്കറ്റും പിടിച്ചു നിൽക്കുന്ന നിധിയെ കാണുന്നത്. അത് കാണെ അവരും പരിഭ്രമത്തോടെ ഞാൻ പിന്നീട് വിളിക്കാമെന്ന് പറഞ്ഞ് കോൾ വയ്ക്കുകയാ. അവർ മുഖത്തൊരു ചിരി വരുത്തിക്കൊണ്ട് തുണി എടുക്കാനായി വന്നതാണെന്ന് പറഞ്ഞ് അഴയിൽ നിന്ന് തുണിയെല്ലാം എടുത്തോണ്ട് പോവുകയാ. അപ്പോഴേക്കും അങ്ങോട്ട് വരുന്ന അച്ഛനെ നിധി സംശയത്തോടെ നോക്കിക്കൊണ്ട് നിൽപ്പാ. എന്താ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നെന്ന് അച്ഛൻ ചോദിക്കുമ്പോഴേക്കും പെട്ടെന്ന് 10,000 രൂപയൊക്കെ എടുത്തു കൊടുത്തല്ലോ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. അതേ 10,000 രൂപയുടെ കുറവുണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ടാ കൊടുത്തത് എന്ന് അച്ഛനും. പെട്ടെന്ന് നല്ലവനായോ എന്ന് നിധി ചോദിക്കുമ്പോഴേക്കും ഞാൻ എപ്പോഴും നല്ലവൻ തന്നെ, മറ്റുള്ളവർക്ക് അങ്ങനെ തോന്നില്ലെന്ന് അച്ഛൻ. ശരി ശരി, ആ ക്യാഷ് കൊടുത്തത് എനിക്ക് നല്ല സന്തോഷമാണ്. ഒരു ഹീറോയിക് മൊമെന്റ് ആയിരുന്നു അത്. സുഭാഷേട്ടനും സുധീഷും എല്ലാം ക്യാഷ് കൊടുത്തെങ്കിലും നിങ്ങൾ പണം കൊടുക്കുമ്പോഴാണ് അതൊരു ഹീറോ എൻട്രി പോലെ ഇരുന്നത് എന്ന് നിധി പറയുന്നത് കേൾക്ക്. ഹീറോയോ? ഞാനോ? നീ പോയി നിന്റെ ജോലി നോക്കെന്ന് പറഞ്ഞ് അച്ഛൻ പോവാൻ തുടങ്ങുമ്പോഴേക്കും ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്ന് നിധിയും. നിങ്ങളുടെ വൈഫല്ലേ വന്നത്, പിന്നെന്താ ഇങ്ങനെ പെരുമാറുന്നെന്ന് നിധി ചോദിക്കേ. ഇത് തന്നെയാ നീ ചോദിക്കാൻ പോകുന്നെന്ന് എനിക്ക് തോന്നി എന്ന് അച്ഛനും. പ്രശ്നം എന്താണെന്ന് വെച്ചാ നീ തീർപ്പാക്കി തരൂ. ഈ ലോകത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും തീർക്കുന്നതാണോ നിന്റെ ജോലി? അച്ഛൻ ചോദിക്കുമ്പോഴേക്കും ഈ ലോകത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തീർക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. വീട്ടിലെ പ്രശ്നമാണെങ്കിൽ ഒരു കൈ നോക്കാം. നിങ്ങൾക്കിപ്പോ ഒരു 60 വയസ്സായില്ലേ എന്ന് നിധി ചോദിക്കുമ്പോഴേക്കും ഭാസ്കരനും സംശയത്തോടെ അവളെ നോക്കുകയാ. അല്ല, ഒരു 60-നടുത്തായില്ലേ? ഇപ്പോഴല്ലേ നിങ്ങളുടെ വൈഫ് തിരികെ എത്തിയത്? അങ്ങനെയൊരു സീൻ എങ്ങനെ ഉണ്ടാവുമെന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ എന്ന് നിധി ചോദിക്കുമ്പോഴേക്കും എങ്ങനെ ഉണ്ടാവുമെന്ന് അച്ഛനും ചോദിക്കുക. അച്ഛനും ഓടിപ്പോയി അവരെ ചേർത്ത് പിടിച്ച്, ഇത്ര നാളും നീ എവിടെയായിരുന്നു? നിന്നെ കാണാതെ ഞാൻ എത്ര കഷ്ടപ്പെട്ടുവെന്ന് അറിയാമോ? ഇങ്ങനെയൊക്കെ ചോദിക്കുമെന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷേ നിങ്ങൾ അങ്ങനെയൊന്നും ചോദിച്ചില്ല. അവരെ കണ്ട ഉടനെ തന്നെ ദേഷ്യം തുടങ്ങി. രണ്ടുപേർക്കുമിടയിൽ എന്താ ഇത്ര പ്രശ്നം? ഇത്ര വർഷം കഴിഞ്ഞിട്ടും മറക്കാൻ പറ്റാത്ത എന്ത് കാര്യമാണ് നിങ്ങൾക്കിടയിൽ ഉണ്ടായത് എന്ന് നിധി പറയുമ്പോഴേക്കും നീ ഒരു നല്ല കുട്ടിയാ. ഈ കുടുംബത്തിന് വേണ്ടി കുറെ നല്ല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പക്ഷേ നീ ചെയ്തതിൽ ഏറ്റവും വലിയ തെറ്റ് ആ പെണ്ണുപിള്ളയെ ഈ വീട്ടിലേക്ക് വിളിച്ചു കയറ്റിയതാ. അവളുടെ കള്ളത്തരം പിടിക്കുന്ന കാലത്ത് ഞാൻ പറഞ്ഞതിലെ സത്യം എന്താണെന്ന് നിനക്ക് നന്നായി മനസ്സിലാവും. എപ്പോ നോക്കിയാലും ഇത് ചോദിക്കാനുള്ളൂവെന്ന് പറഞ്ഞ് അച്ഛനും അവിടുന്ന് നടന്നു നീങ്ങുകയാ. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.